ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഏറ്റവും മോശമായ വിഷവിത്തുകൾ പാകാനാണ് ബിജെപിയും സംഘപരിവാറും അവിടെ പരിശ്രമിച്ചത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കാരണം അവിടെ ഒറ്റപ്പെട്ട ആൾ നടത്തിയാൽ ബിജെപിയുടെ DNA ആണിത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും DNA ആണിത്. അവർക്ക് പിന്നോക്കക്കാരെ ഇഷ്ടമല്ല, അവർക്ക് പട്ടികജാതിക്കാരെ ഇഷ്ടമല്ല. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് നിർത്തി സവർണ മേധാവിത്വത്തിന്റെ ഏറ്റവും മേൽക്കോയ്മ നടപ്പിലാക്കി RSS നടപ്പിലാക്കലാണ് അവരുടെ ലക്ഷ്യം. ആ മൈൻഡ് സെറ്റാണ് ഇപ്പോഴും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഹീനമായിട്ടുള്ള കാര്യം നടന്നത്. ഇന്നലെ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ഭയങ്കരമായ കോലാഹലം ഉണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം. ഖാർഗെജിയെ പോലെയുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള സമുന്നതനായ ഒരു നേതാവിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഈ ഏറ്റവും ഹീനമായിട്ടുള്ള ശ്രമം ഒരു ഖാർഗെജിക്കെതിരെ മാത്രമല്ല, കോൺഗ്രസിനെതിരെ മാത്രമല്ല, ഈ രാജ്യത്തെ ജാതി വ്യവസ്ഥയിൽ BJP പുലർത്തുന്ന ആ വിവേചനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അവർ നടത്തുന്ന മെസ്സേജിങ്ങിന്റെ തെളിവാണിത്. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമാണ്. രാജ്യത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം വൻ പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും നടക്കുകയാണ്. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ അപമാനിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് PSC ചെയർമാനും AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ MP പറഞ്ഞു. ജാതീയതയുടെ വിഷവിത്തുകൾ പാകുന്നതിനാണ് BJPയും സംഘപരിവാറും പരിശ്രമിക്കുന്നത്. BJPയുടെയും മോദിയുടെയും ഷായുടെയും DNA തന്നെ അതാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സവർണ മേധാവിത്വം നടപ്പാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ആ മനോനിലയുടെ അടിസ്ഥാനത്തിൽ നടന്ന ഹീനമായ നടപടിയാണ് മല്ലികാർജുൻ ഖാർഗെയെ അപമാനിച്ച സംഭവമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മനുവാദത്തിന്റെ രാഷ്ട്രീയകാലം മാറിയെന്ന് BJP തിരിച്ചറിയണം. രാജ്യത്തെ മുതിർന്ന നേതാവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് മല്ലികാർജുൻ ഖാർഗെ. പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് അദ്ദേഹം ഇന്നത്തെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. BJPയുടെ വിവേചന നയത്തിന്റെ തെളിവാണ് ഈ സംഭവം. ഉത്തരാഖണ്ഡ് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം ഒരു പ്രഹസനമാണ്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനാണ് അത്. പ്രതികൾക്ക് ഈ ധൈര്യം നൽകിയത് മോദിയുടെയും ഷായുടെയും നിലപാടുകളാണ്. പ്രധാനമന്ത്രിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലേ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. മറ്റ് രാജ്യത്തിന് കീഴടങ്ങലല്ല ഇന്ത്യയുടെ വിദേശ നയമെന്നും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം ആർജവത്തോടെയുള്ളതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അരുണാചലിൽ ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറുമ്പോഴും ഇന്ത്യ-US വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയപ്പോഴും എവിടെയായിരുന്നു BJPയുടെ ദേശസ്നേഹമെന്നും KC വേണുഗോപാൽ ചോദിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.